ഹലോ, ഇന്നത്തെ റെസിപ്പി ലസാനിയ ഷീറ്റില്ലാതെ നമുക്ക് ബ്രെഡ് കൊണ്ട് ലസാനിയ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഡൈനാമിക് ചിക്കൻ ബേക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാം. ഇനി ഇതാ ചെറുതാക്കി മുറിച്ച ബോൺലെസ് ചിക്കനാണിത്. ചിക്കൻ മുറിച്ച് കഴുകിയൊക്കെ എടുത്തതാണ്. അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് ഒറിഗാനോ ലീവ്സ് ഇട്ട് കൊടുക്കുക. ഒറിഗാനോ ലീവ്സ് ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഇറ്റാലിയൻ സീസണിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ പാപ്രിക്ക, നമ്മൾ ക്യാപ്സിക്കം പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ കറുപ്പ് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. റെഡ് ചില്ലി ഫ്ലേക്സ്, നമ്മൾ ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ മതിയാവും. എരിവിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ വാങ്ങിയത് നല്ല എരിവുള്ളതാണ്, 1/2 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു മീഡിയം തീയിലിട്ടിട്ട് ഒരു 20 മിനിറ്റൊക്കെ വേവിച്ചെടുക്കുക. 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് വെന്ത് കിട്ടും. ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി ഇതിലേക്ക് ഇപ്പോൾ അത് കുക്കായതിന് ശേഷം ഞാൻ തുറന്നിട്ട് ഒരു സവാള, മീഡിയം സൈസുള്ള സവാള ക്യൂബാക്കി മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം എടുത്ത് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ക്യാപ്സിക്കും സവാളയും കൂടെ വഴന്ന് വരാനുള്ള സമയം ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റായി തുടങ്ങുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു കുത്തണ മണവും ടേസ്റ്റൊക്കെ മാറുന്നവരെ മൈദൻ്റെ ഒരു മണവും ടേസ്റ്റും ഉണ്ടാവും. കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുക. 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ മൈദയും ബട്ടറൊക്കെ ഇങ്ങനെ ഒരുമിച്ചായി നിന്നത് ഒക്കെ ഒന്ന് വേർപ്പെട്ടോളും. എന്നിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെ കുറുക്കിയെടുക്കുക. തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കുറുകിപ്പോവും. അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടൂല. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ അങ്ങനെ ചെയ്യാം. സൈഡിൽ നിന്നൊക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ട്രേ എടുക്കുക. അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് അങ്ങനെ തേച്ച് കൊടുക്കുക. ഒരു ബ്രഷ് എടുത്തിട്ടോ സ്പൂൺ എടുത്തിട്ടോ തേച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ബ്രെഡുകളാണ് വെച്ച് കൊടുക്കുന്നത്. ബ്രെഡ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ബ്രെഡ് വെച്ച് കൊടുക്കുക. എൻ്റെ ഒരു ട്രേയിൽ 4 സ്ലൈസ് ബ്രെഡാണ് കൊള്ളുന്നത്. നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിൽ എത്രയാണോ കൊള്ളുന്നത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിലും ചീസ് വെച്ച് കൊടുക്കുക. സാൻഡ്വിച്ച് ചീസോ ചെഡാർ ചീസോ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കുക. ഏതാണ് നിങ്ങളിഷ്ടം അതുപോലെ ചെയ്യുക. ഞാനിവിടെ സാൻഡ്വിച്ച് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ ഓരോ ചീസ് സ്ലൈസിൻ്റെ മുകളിലേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ വൈറ്റ് സോസ് ബ്രെഡിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. ചീസുമ്മ മാത്രമല്ല എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതുപോലെ തന്നെ ഓരോ ബ്രെഡിൻ്റെ മുകളിലേക്കും വെച്ച് കൊടുക്കുക. വൈറ്റ് സോസ് അങ്ങനെ ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മുറിക്കുമ്പം എല്ലാം കൂടി ഒന്ന് ജോയിൻ ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ മുകളിലും കുറച്ച് വൈറ്റ് സോസ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ വൈറ്റ് സോസും ചിക്കനും എല്ലാം വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതുപോലെ തന്നെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ താഴത്തെ ബ്രെഡുകളെല്ലാം കവർ ചെയ്യുക. ഇനി ഏറ്റവും മുകളിലായിട്ട് മൊസറല്ല ചീസ് ഫുള്ളായിട്ട് നിരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ തക്കാളി ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട് കാണാനൊരു ഭംഗിക്ക്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ പ്രീഹീറ്റ് ചെയ്താണ്. ഓവൻ ആദ്യം പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അതിലേക്ക് 350 ഫാരൻഹീറ്റിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഇനി ഇത് ഓവനില്ലാന്ന് വെച്ചിട്ട് ആരും ചെയ്യാണ്ടിരിക്കേണ്ട. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു പാൻ എടുത്തിട്ട് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ പാത്രത്തിന് സ്പ്രെഡ് ചെയ്ത പോലെ തന്നെ ഇതിനും തേച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്യുക. ബ്രെഡ് ചീസ് എല്ലാം വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെന്നാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ തീ നന്നായി കുറച്ച് വെക്കുക, അടച്ച് വെക്കുക, അല്ലെങ്കിൽ അടി കരിഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കണേ.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ നിൽക്കണേ, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.